നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കി നോക്കുക. വീഡിയോയിലോട്ട് പോവാം. ഇത് നല്ല ഫ്ലേവറൊക്കെ ഉള്ളൊരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ള ഒരു 15 കാശ്മീരി വറ്റൽമുളകാണ്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8-10 എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റൈസിന് തന്നെ നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യം നോക്കി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ പെരി പെരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരി പെരി മന്തിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ സോസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ചെറിയ പീസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കുക. ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം മിനിമം 1 മണിക്കൂർ വെക്കുക. എന്നാലേ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ബസ്മതി അരി 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കരുത്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ നല്ല ടെൻഡറായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ 1-2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 പാനിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കായിട്ട് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആവും ഉള്ളിലൊക്കെ. അപ്പോൾ ചിക്കൻ ഞാൻ 2 സൈഡ് മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് റെഡി ആവട്ടെ. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണിൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ഏലക്ക, 1 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 1 ബേ ലീഫ് അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ കുറച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലെ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചിക്കൻ വെച്ച് വേവിക്കുന്നില്ല, അതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ചേർത്തതിൻ്റെ ബാക്കി സോസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ സോസ് ചേർക്കണോണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു മസാല മൊത്തം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1-1.5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതേ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഫുള്ള് വെള്ളം വാർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല നന്നായിട്ട് ആ അരിയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല വെട്ടി തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് 2 കപ്പിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടില്ല. അപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിത് വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ചെറുതായിട്ട് അതൊന്ന് അടിമറിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ള് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചാർക്കോളിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ചാർക്കോൾ ഒന്ന് ചൂടാൻ വേണ്ടി ഗ്യാസിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും കേട്ടോ, സാധാരണ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ബൗളിനകത്ത് ചെറിയൊരു കഷ്ണം ചാർക്കോൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ടാവും റൈസിന്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക്